നമ്മളെ കൃഷിത്തോട്ടത്തിൽ പടവലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള പടവലമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പടവലം എന്താ അത് ഒഴിഞ്ഞിരിക്കുക കേട്ടോ. ഇതിൻ്റെ വള്ളി ഇങ്ങനെ പടർന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ കാണില്ല കേട്ടോ. കണ്ടില്ലതാ വലിയൊരു പടവലം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇതൊക്കെ നമ്മളെ കൃഷീൻ്റെ അതിർത്തി മാറി കാട്ടിലേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഈ വള്ളി ഇങ്ങനെ പടർന്ന് പോകുന്നതിനെ കൊണ്ട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിവിടുകയാണ്. അതുപോലെ തന്നെ അത് അവിടെ ചെറിയൊരു പടവലം ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ പയർ കേട്ടോ, ഇഷ്ടംമാതിരി പയർ. കണ്ടത് ചുവന്ന പയർ കേട്ടോ. അത്യാവശ്യം മൂപ്പത്തിയ പാറൊക്കെ അത് നമുക്ക് ഇങ്ങോട്ട് പറിക്കാം ഇല്ലേ. ഈ പയറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയറൊക്കെ പെട്ടെന്ന് വളരും കേട്ടോ. പയർ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലാഭമുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓരോ കൃഷിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മളിതിൻ്റെയൊക്കെ ഒരു ഇതറിയുന്നത് കേട്ടോ. ഇത് ഉണ്ടായി വരുന്നവരെ ലാസ്റ്റ് പാടാണ്. ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പടവലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മളെ പണി നല്ല ഇത് പറിക്കുക, വിൽക്കുക, അല്ലെങ്കിൽ കറി വയ്ക്കുക എന്നുള്ള പരിപാടി, ഉപ്പേരി വെക്കാനുള്ള പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇല്ലേ ഇതുപോലെ ഉണ്ടല്ലേ ഇങ്ങനെ പടവലം പയറിങ്ങനെ നമുക്ക് ഇഷ്ടമായി ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംമാതിരി പയറുണ്ടാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് കാണാത്ത വിധത്തിലേക്കും പയറുണ്ടാവുക. പിന്നെ ഇതിൽ പുയൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിലാണ് സീനാവുക കേട്ടോ. അപ്പോൾ പുഴു വരാണ്ടൊക്കെ നോക്കണ ലേശം പാട് തന്നെയാണ്. ലേശം പാട് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ടെക്നിക്കുകളുണ്ട്. കൃഷിയിൽ കുറച്ച് ടെക്നിക്കുകൾ പഠിക്കാനുണ്ട്. ടെക്നിക്കുകൾ പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. അപ്പം നമ്മൾ ആദ്യം പോകേണ്ടതെന്ന് വെച്ചാൽ കൃഷി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ അനുഭവങ്ങൾ അതൊക്കെ നമ്മൾ മാക്സിമം പഠിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. കാരണം അവിടെയാണ് നമ്മളെ വിജയം. നമ്മളിതിൽ വിത്ത് നടുമ്പം തന്നെ നമ്മൾ സാധാരണ പാക്കറ്റിൽ വിത്ത് കാണുമ്പോൾ നമ്മളെന്താ വിത്ത് കൊണ്ടുപോയിട്ട് നേരെ കുഴിച്ചിടും, തടർത്ത് കുഴിച്ചിടും. അതല്ല ചെയ്യുക. അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. ശരിക്കും വിത്ത് ആദ്യം ചാണകത്തിലൊക്കെ മുക്കിയിട്ട് ഒരു നമ്മളെ ഈ ചേരീൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ട്രയൽ വെച്ചിട്ട് ആദ്യം അവിടെ നിന്ന് മുളപ്പിച്ചെടുക്കണം. വിത്ത് നല്ല വളം കിട്ടുന്നതിന് മുളപ്പിച്ച് വെക്കണം. ആ മുള പൊന്തി കൊണ്ട് വരുന്ന നല്ല വളം കിട്ടിയിട്ട് എല്ലാ ഇതും കിട്ടിയിട്ട് ഇങ്ങനെ പൊന്തി വരുന്ന ആ മുള പൊട്ടിയ വിത്തിനാണ് കൂടുതൽ വിളവ് തരാൻ പറ്റുക. അല്ലാണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് സാധാരണ നടുന്ന മാതിരി സാധാരണ മണ്ണ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലൊന്നും കൃഷി ഉണ്ടാവില്ല കേട്ടോ. പേരിനുണ്ടാവും, പക്ഷേ വിളവ് കുറവായിരിക്കും. വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് നല്ല രീതിയിൽ റെഡിയാക്കി വെക്കണം കേട്ടോ. ഇത് കേട് വന്നു തോന്നുന്നതാ സങ്കടമുള്ള പരിപാടി കേട്ടോ. അതിങ്ങനെ ചിലത് കേട് വന്നു കേട്ടോ. എന്താ വെച്ചാൽ ഈ കാളീച്ചൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് കേടുന്നു പോകും. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. പക്ഷേ നല്ല നോക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വിളവ്. ഇപ്പം ഞാൻ കണ്ടില്ലേ ഇത്രയും നമുക്ക് കിട്ടി. ഇതിപ്പോൾ ഒരു ഉപ്പേരിക്കുള്ളതായില്ലേ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഉപ്പേരിക്ക് കിട്ടിയുള്ളതായാലേ ഉപ്പേരിക്കുള്ളതായില്ലേ. നമ്മളിപ്പോൾ പുറത്ത് പീടികയിൽ വാങ്ങുകയാണെങ്കിൽ ഒരു 30 20 കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു കൃഷിത്തോട്ടം അങ്ങനെ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉപ്പേരിക്കൊക്കെ ഉള്ള സുഖസുന്ദരമായിട്ട് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇത് വെണ്ടക്ക കൃഷിയാണ്. ധാരാളം വെണ്ടക്ക ഉണ്ട്. മുളക് കൃഷീൻ്റെ ഞാനൊരു വീഡിയോ തന്നെ വെച്ചപ്പോൾ ചെയ്യാം കേട്ടോ. പിന്നെ ഈ വെണ്ടക്ക തന്നെ നമ്മൾ കണ്ടില്ല കുറേ അങ്ങനെ ഇതുപോലുള്ള ജന്തുക്കൾ വന്ന് വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മരുന്ന് അറിയുന്ന ആൾക്കാണെങ്കിൽ ഒന്ന് കമൻറ്റ്